നമസ്കാരം. പിഞ്ചു കുഞ്ഞിൻ്റെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് പിന്നിൽ വസ്തുക്കച്ചവടത്തെ ചൊല്ലിയുള്ള തർക്കവും കടക്കണിയും. ഭാര്യ കൃഷ്ണപ്രിയയുടെ പേരിലുള്ള 10 സെന്റ് ഭൂമി വിറ്റ് സ്വന്തം കുടുംബത്തിന്റെ കടം തീർക്കാനുള്ള ഷിജിലിന്റെ നീക്കം തടഞ്ഞതാണ് 1.5 വയസ്സുകാരൻ ഇഹാന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണമെന്ന് തെളിയുകയാണ്. കൊടും കുറ്റവാളിയുടെ മാനസികാവസ്ഥയുള്ള ഷിജിൽ ലൈംഗിക വൈകൃതമുള്ളയാളാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഭൂമി വിൽക്കാൻ സമ്മതിക്കാത്ത കൃഷ്ണപ്രിയയെ ഷിജിലും ബന്ധുക്കളും ചേർന്ന് നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇതോടെ ഷിജിലിനെതിരെ ഗാർഹിക പീഡനത്തിന് കൂടി കേസെടുക്കാനും പീഡനത്തിന് കൂട്ടുനിന്ന് ബന്ധുക്കളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുമാണ് പോലീസിന്റെ നീക്കം. മറ്റൊരു ഭൂമി വാങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് കൃഷ്ണപ്രിയയുടെ സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു ഷിജിലിന്റെ ശ്രമം. ഇതിൽ സംശയം തോന്നി കൃഷ്ണപ്രിയ വിസമ്മതിച്ചതോടെയാണ് ഈ കൊടും കുറ്റവാളിയുടെ തനിനിറം പുറത്തു വന്നത്. കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള സംശയം കൂടി കലർന്നതോടെ കുഞ്ഞിനോടുള്ള പക ഇരട്ടിച്ചു. കുഞ്ഞ് കരഞ്ഞാൽ മുഖം പുതപ്പ് കൊണ്ട് മൂടി ശ്വാസം മുട്ടിക്കുന്നത് പതിവായിരുന്നുവെന്ന് കൃഷ്ണപ്രിയ കരഞ്ഞുകൊണ്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പൂവാർ പോലീസിൽ മുൻപ് പരാതി നൽകിയിട്ടും മധ്യസ്ഥ ചർച്ച നടത്തി വിട്ടയച്ചതാണ് ഒടുവിൽ ഒരു കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. മരിച്ച ദിവസം രാത്രി കുട്ടി ഉണർന്നു കരഞ്ഞപ്പോൾ ഷിജിൽ കുഞ്ഞിന്റെ അടിവയറ്റിൽ കൈമുട്ടുകൊണ്ട് അതിശക്തമായി ഇടിക്കുകയായിരുന്നു. ആന്തരിക രക്തസ്രാവം മൂലമാണ് ഇഹാൻ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചപ്പോൾ കുഴിഞ്ഞു വീണെന്ന കള്ളക്കഥ മെനഞ്ഞ ഷിജിലിനെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്തതിലൂടെയാണ് പോലീസ് പൂട്ടിയത്. ഇതിനിടെ ഷിജിലിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും സെക്സ് ചാറ്റ് ഗ്രൂപ്പുകളിൽ ഇയാൾ സജീവമാണെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. പ്രതിയെ രക്ഷിച്ചെടുക്കാനായിരുന്നു ബന്ധുക്കളുടെ ശ്രമം. ഷിജിലിന്റെ മാതാപിതാക്കളായ വിജയും ഷീലയും കൃഷ്ണപ്രിയക്കെതിരെയായിരുന്നു ഗുരുതര ആരോപണമായി രംഗത്തെത്തിയത്. ഇത് പ്രതിയെ രക്ഷിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് സംശയം. എന്നാൽ പീഡന വിവരം കൃഷ്ണപ്രിയ കൃത്യമായി മൊഴി നൽകിയതോടെ ഷിജിലിന്റെ കുടുംബാംഗങ്ങളിലേക്കും അന്വേഷണം നീളുകയാണ്. മാസങ്ങൾക്ക് മുൻപ് കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞ സംഭവത്തിലും ഷിജിലിന് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നതോടെ പീഡനത്തിന്റെ പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. 2024 ജനുവരി 8-നാണ് മാർനല്ലൂർ മുണ്ടുകോണം കുഴിവിള റോഡരികത്ത് വീട്ടിൽ കൃഷ്ണപ്രിയയെ ഷിജിൽ വിവാഹം കഴിക്കുന്നത്. ഷിജിലിന്റെ കുടുംബം കടക്കണിയിലായിരുന്നുവെങ്കിലും ഈ വിവരം മറച്ചുവെച്ചാണ് വിവാഹം നടത്തിയതെന്ന് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. പ്രതിയായ ഷിജിൽ കൊടും ക്രിമിനലാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം. എന്നാൽ തന്റെ കുഞ്ഞല്ല എന്ന സംശയത്താൽ കുഞ്ഞിനോട് ഷിജിലിന് കടുത്ത പകയുണ്ടായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതോടെ നടത്തിയ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുടുങ്ങിയത്. ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിനിടെ കുഞ്ഞു കരഞ്ഞത് ഷിജിലിന് പ്രകോപനം ഉണ്ടാക്കിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. നിറമില്ലെന്നും സ്ത്രീധനം കുറവാണെന്നും പറഞ്ഞും ഷിജിൽ മുമ്പ് കൃഷ്ണപ്രിയയെ ഉപദ്രവിച്ചിരുന്നതായും കൃഷ്ണപ്രിയ മൊഴി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത തീർക്കാൻ വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നതായും അവർ വെളിപ്പെടുത്തിയിരുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ ഷിജിലിന് സംശയരോഗം തുടങ്ങിയിരുന്നു. ഇത് തൻ്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞായിരുന്നു അയാൾ ഉപദ്രവം ആരംഭിക്കുന്നത്. പ്രസവശേഷം പിണങ്ങി മാറി താമസിക്കുകയും ചെയ്തതായും കൃഷ്ണപ്രിയ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് തന്നെയും കുഞ്ഞിനെയും വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഇയാൾ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നുവെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. ക്രൂരമായ പീഡനങ്ങളിലൂടെയാണ് 1 വയസ്സുകാരൻ ഇഹാന്റെ ജീവൻ നഷ്ടമായതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കൊടും കുറ്റവാളിയുടെ മാനസികാവസ്ഥയുള്ള ആൾ തന്നെയായിരുന്നു ഷിജിൽ എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത്. ഒരു വട്ടമല്ല, പലവട്ടമാണ് ഇയാൾ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചത്. 1 വയസ്സുള്ള കുഞ്ഞിന്റെ കൈകാലുകൾ തിരിച്ച് വേദനിപ്പിക്കുകയായിരുന്നു ഷിജിൽ നിരന്തരമായി ചെയ്തിരുന്നത്. മുൻപ് കുഞ്ഞിന്റെ ഒരു കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇടുന്ന അവസ്ഥയുണ്ടായിരുന്നു. കുഞ്ഞ് വീണ് കൈ ഒടിഞ്ഞെന്നായിരുന്നു അന്ന് ഇയാൾ എല്ലാവരോടും പറഞ്ഞിരുന്നത്. കുഞ്ഞിന്റെ മരണശേഷം നടത്തിയ അന്വേഷണത്തിൽ കൈക്ക് കാര്യമായ പൊട്ടലുണ്ടായതിന്റെ കാരണക്കാരനും ഷിജിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൈമുട്ട് കൊണ്ട് കുഞ്ഞിന്റെ നെഞ്ചിലും അടിവയറ്റിലും ഇടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്.